ക്രൈസ്തവ സഭയ്ക്കും ക്രൈസ്തവ സഭ ദൈവമെന്ന് കരുതി ആരാധിക്കുന്ന രക്ഷകനായ ക്രിസ്തുവിനെയും ആദരിക്കുന്ന ഒരു സംസ്കൃതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളായാലും ഇതര മതത്തിൽപ്പെട്ട എല്ലാവരും ആദരവോടുകൂടിയാണ് ഈ സഭയെ കാണുന്നതും ക്രിസ്തീയ സഭകളെ സ്വീകരിക്കുന്നതും. എല്ലാ മതങ്ങൾക്കും അതിൻ്റെ വിശ്വാസങ്ങൾക്കും അതിൻ്റേതായ തനിമയും അതിൻ്റേതായ വിശ്വസ്തതയും വിശ്വാസ്യതയുമുണ്ട്. എല്ലാ മതങ്ങളെയും ആദരിക്കുവാൻ ബഹുമാനിക്കുവാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ മതത്തിൻ്റെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത വർദ്ധിക്കുന്നത്. ഇവിടെ ഞാനിന്ന് കുർബാനയ്ക്ക് പേരോർത്തപ്പോൾ ധാരാളം ഹൈന്ദവ സഹോദരങ്ങളുടെ പേര് ഞാൻ കുർബാനയിൽ ഓർക്കുകയുണ്ടായി. ക്രിസ്തീയ സഭയുടെ മൂല്യശോഷണം മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ ക്രൈസ്തവ സഭകൾക്ക് അല്പം ഉത്തരവാദിത്വമുള്ളതുപോലെ നമുക്കും പറയേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ഒരു സംസ്കൃതിയിൽ നമുക്ക് ക്രിസ്തീയ മാർഗം വിട്ടുകൊണ്ടുള്ള മറ്റൊരു മാർഗത്തിനും യഥാർത്ഥത്തിൽ സ്ഥാനമില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടതും നമ്മൾ അനുവർത്തിക്കേണ്ടതും. ക്രൈസ്തവ മാർഗത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദൈവാശ്രയത്തിലൂടെ, നീതി നിർവഹണത്തിന് വേണ്ടി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധന്മാരുടെ മധ്യത്തിൽ അഭയപ്പെട്ടുകൊണ്ടും തമ്പുരാനെ പറ്റി അമ്മയുടെ വലിയ കൃപാ കടാക്ഷങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് വിനയപൂർവ്വം മുന്നേറാം. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ളതായ ബോധ്യം ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ ഈ വിശാലമായ സമൂഹവും നമുക്കൊപ്പമുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതാണ് നമ്മളെ കൂടുതൽ ബലപ്പെടുത്തുന്നതും. സഭയ്ക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി ഈ അടുത്ത കാലത്ത് കൂടുതലായിട്ടുള്ള അംഗീകാരം എല്ലാ മേഖലകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നീതിയുക്തമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കപ്പെടണം എന്ന് എപ്പോഴും പറയുന്നത് കൊണ്ടാണ്. സമാധാനത്തിൻ്റെ സന്ദേശം, അനുരഞ്ജനത്തിൻ്റെ പാത, അതുപോലെ തന്നെ ഡിസ്കഷനിലൂടെ, ചർച്ചകളിലൂടെ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക, നീതിയുക്തമായിട്ട് അർഹതപ്പെട്ടവന് അർഹതപ്പെട്ട ഇത് ലഭിക്കണമെന്നുള്ളതായ ആ കണിശമായിട്ടുള്ള തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകാതെ എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന ഒരു സമീപനമായിരിക്കണം സഭ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്.